ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് സീരീസിലെ 5ാമത്തെ ക്രാഫ്റ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള അടിപൊളി ക്രിസ്മസ് സ്റ്റാർസ് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് 4 ഫോൾഡിങ്ങോട് കൂടി വരുന്ന ടിഷ്യൂ പേപ്പറാണ്. ഏത് തരം ടിഷ്യൂ പേപ്പറാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 ടിഷ്യൂ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ 2 ടിഷ്യൂ പേപ്പർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഒറ്റ ടിഷ്യൂ പേപ്പർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ഒറ്റ ടിഷ്യൂ പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് 2 സ്റ്റാർസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഫോൾഡിങ്ങിലൂടെ തന്നെ ഈ ഒരു പേപ്പറിനെ 4 ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 4 സ്ക്വയർ പേപ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടിഷ്യൂ പേപ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ A4 ഷീറ്റോ അതല്ലെങ്കിൽ സാധാ ബുക്കിൻ്റെ പേപ്പർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ പേപ്പർ എടുത്തിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേ അളവിൽ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യുക, പിന്നെയും ഫ്രണ്ടിലേക്ക്, പിന്നെയും ബാക്കിലേക്ക്. ഈ ഒരു രീതിയിൽ ഈ ഒരു പേപ്പർ ഫുള്ള് സിക്സാഗായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. പണ്ടൊക്കെ വിഷറി ഉണ്ടാക്കില്ലേ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ വെച്ചിട്ട്, ആ ഒരു മെത്തേഡ് തന്നെ കേട്ടോ. ഇതുപോലെ സിക്സാഗായിട്ട് എല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഈ ഒരു പേപ്പർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ ഉള്ളിലേക്കാണ് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റും ആ ഒരു ഫോൾഡിങ് അതുപോലെ തന്നെ വരണം, അതേ സെയിം സൈഡിലേക്ക്. കണ്ടില്ലേ, ഫസ്റ്റ് ലെയർ നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത് ഏത് സൈഡിലേക്കാണോ അതുപോലെ തന്നെ വേണം ലാസ്റ്റ് ലെയർ ആ ഒരു സൈഡിലേക്ക് തന്നെ ഓപ്പണിംഗ് ആയിട്ട് വരാനായിട്ട്. ഇനി അത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ദെൻ സെൻറ്ററിലൊന്ന് ത്രെഡ് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാ തയ്ക്കുന്ന ആ ഒരു ത്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ സാധാ കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. എക്സ്ട്രാ വരുന്ന നൂല് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് വീണ്ടും 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുമ്പോൾ മുകളിലും താഴെയുള്ള ആ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരേ സൈഡിലേക്കാണ് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ അറ്റ ഭാഗത്ത് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമുക്കൊന്ന് വിടർത്തി നോക്കാം കേട്ടോ. വിടർത്തി നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ആ ഒരു ഫോൾഡിങ് കൂടുതലായിട്ട് വരുത്താൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ഈ ഒരു ലെയേഴ്സ് കൂടുതലുണ്ടാവും കേട്ടോ കാണാനായിട്ട്. ഇനി ഈ ഒരു ഭാഗത്ത് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ടിഷ്യൂ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എമൗണ്ട് ഗം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദേ ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സെൻറ്ററിൽ നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതുപോലത്തെ മറ്റൊരു പാർട്ടും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത ഒരു സ്ക്വയർ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ സിക്സാഗായിട്ട് ഫോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഫോൾഡ് ചെയ്യുന്ന പോർഷൻ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ച് വീതി കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒരേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കട്ടിങ്ങും ഒന്നും കൊടുക്കേണ്ട കാര്യം വന്നിട്ടില്ലായിരുന്നു. ഇനി ഇതേ സെൻറ്ററിലേക്ക് ഇതുപോലെ ഒന്ന് ത്രെഡ് യൂസ് ചെയ്തിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന ആ ഒരു ത്രെഡ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ 2ആയിട്ട് വെച്ചിട്ട് കട്ടിങ് കൊടുക്കണം. അപ്പോൾ ആ ഒരു ഓപ്പണിങ്ങും ക്ലോസിങ്ങും താഴെയും മുകളിലും ഒരേ രീതിയിലായിട്ട് വന്നിട്ടുള്ളത്. ഇത് നിവർത്തുന്ന ടൈമിൽ കുറച്ചും കൂടി ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു സൈഡിൽ വരുന്ന 2 ടിഷ്യൂ പേപ്പർ തമ്മിൽ വീണ്ടും നേരത്തെ പോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ടൊന്ന് നമുക്ക് സ്റ്റിക്കായി കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇത് 2 ടിഷ്യൂ പേപ്പറും ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ 2 പാർട്ടുകൾ തമ്മിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം ഗമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ 2 പാർട്സുകൾ തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 2 പാർട്ടുകൾ തമ്മിൽ ചെറിയൊരു വലിപ്പ വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടിഷ്യൂ പേപ്പറിൽ ഞാൻ കുറച്ചും കൂടി വീതി കൂട്ടിയിട്ടാണ് ഫോൾഡിങ് ചെയ്തിട്ടുണ്ടായത്. രണ്ടാമത്തേൽ കുറച്ച് വീതി കുറച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു നീള വ്യത്യാസം വന്നിട്ടുള്ളത്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും.
ഓക്കെ. അപ്പോൾ ടിഷ്യൂ പേപ്പേഴ്സ് ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ 2 പാർട്ടും ഒരേ വീതിയിൽ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ക്രിസ്മസ് സ്റ്റാറും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നേരത്തെ ചെയ്തതുപോലെ ഫോൾഡ് ചെയ്യുന്ന വീതി 2 പേപ്പറിലും ഒരുപോലെ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ എക്സ്ട്രാ വരുന്ന പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 ടിഷ്യൂ പേപ്പറിലും സെൻറ്റർ കണക്കാക്കിയിട്ട് ത്രെഡ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദേ 2 കുഞ്ഞു വിശറി പോലെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ വിശറി അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് നമ്മുടെ സ്റ്റാറാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ പാർട്ട് ഒരു സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിക്കാക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത പാർട്ടിലെയും ഒരു സൈഡ് ഇതുപോലെ സ്റ്റിക്കാക്കി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 2 പാർട്ടും കൂടി ഇതുപോലെ ഒന്ന് സ്റ്റിക്കാക്കി എടുക്കാം. ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് മാത്രം ഗമ്മ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഒരുപാട് ഗമ്മ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ കീറിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയപ്പോൾ 2 പാർട്സും കറക്റ്റ് വീതിയിലാണ് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഇതിൻ്റെ അറ്റഭാഗങ്ങൾ കുറച്ച് ഡിഫറൻസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വൈറ്റ് കളറിലുള്ള ക്രിസ്മസ് സ്റ്റാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് തീമിലാണ് നിങ്ങൾക്ക് യൂസ് ആക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കളർ കൊടുക്കാം കേട്ടോ. കുറച്ചൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഫസ്റ്റത്തെ സ്റ്റാറിന് കളർ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് ഉള്ള നെയിൽ പോളിഷാണ്. ഓറഞ്ച് കളറിലുള്ള ഗ്ലിറ്റർ നെയിൽ പോളിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് ഞാൻ നേരത്തെ ക്രാഫ്റ്റിനും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിൾ തണ്ട് യൂസ് ചെയ്തിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ലൈറ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് ഈ ഒരു നെയിൽ പോളിഷ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. നല്ല അടിപൊളി ഒരു നെയിൽ പോളിഷാണ് കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിൽ കുറച്ച് ഡാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്രിസ്മസ് സ്റ്റാർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ഫാബ്രിക് പെയിൻ്റ് ആണ്. സെൻറ്ററിലേക്ക് കുറച്ച് ഡാർക്കായിട്ടൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി സ്പ്രെഡ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള 2 ക്രിസ്മസ് സ്റ്റാർസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരൊറ്റ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് 2 ക്രിസ്മസ് സ്റ്റാർസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. ഇതുപോലെ ഒത്തിരി ക്രാഫ്റ്റ് ഐഡിയാസും നമ്മുടെ ചാനലിൽ എസ്പെഷ്യലി ക്രിസ്മസ് സീരീസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോഴും നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സീരീസാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നെമീസ് പാഷൻ ഹബ്സ് ക്രിസ്മസ് ക്രാഫ്റ്റ് നിന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിൽ എല്ലാ ക്രാഫ്റ്റ് വീഡിയോസും ക്രിസ്മസ് ക്രാഫ്റ്റ്സുകൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.